ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നല്ലോണം പഴുത്ത 3 നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ കട്ട് ചെയ്തിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടിലോ അല്ല ചെരിച്ചിട്ടോ എങ്ങനെ ഇഷ്ടം എന്നുള്ളതെങ്കിൽ അത് രൂപത്തിലൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 3 പഴം 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ അതിങ്ങനെ കുഴഞ്ഞു പോകും കേട്ടോ, ഫ്രൈ ആയിട്ട് കിട്ടൂല. അപ്പോൾ ഒരുപാട് സമയം ഇട്ട് കൊടുക്കേണ്ടി വരും, അപ്പോഴേ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പകുതിയായിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് പഴം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം മറന്നു പോകും. വീഡിയോക്ക് അത്യാവശ്യം വ്യൂസൊക്കെ വരുന്നുണ്ട്, പക്ഷേ ലൈക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീട്ടിലൊക്കെ നേന്ത്രപ്പഴം കുറച്ച് കറുത്ത് പോയാൽ തന്നെ കുട്ടികളൊന്നും കഴിക്കൂലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലുള്ള എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ ചട്ടി തന്നെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ കുറച്ചതിൽ ബാക്കി വെച്ചാൽ മതി. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യും അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്, അല്ലാന്നുണ്ടെങ്കിൽ 1-2 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളുത്ത എള്ളാണ് കേട്ടോ. 1 ടീസ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ഒരു പഴത്തിന്. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ പഴം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും രണ്ടും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങയും പഞ്ചസാരയും കൂടെ അല്ലേ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വേഗം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പഴം വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നൊരു വിഭവം കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.